സഹോദരങ്ങളെ, ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വർദ്ധിപ്പിച്ചു തരാൻ, സിയാദത്ത് നൽകാൻ വേണ്ടിയുള്ള ഒരു ദുആ, അത് സമ്പത്തോ സന്താനങ്ങളോ ഭൗതികമായ കാര്യങ്ങളോ മറ്റൊന്നുമല്ല, വിനയോ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് എന്താണ്? ഇൽമാണ്. റബ്ബി സിദ്നി ഇൽമ. സൂറത്ത് ത്വാഹയിൽ കാണാം, റബ്ബി സിദ്നി ഇൽമ, റബ്ബേ എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ. സുബഹി കഴിഞ്ഞിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സുബ്ഹ് ഫയഖൂൽ, സുബഹി നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നാഫിയായ ബെനിഫിഷ്യൽ നോളജ്, അത് ആ അറിവ് നൽകണം. അത് ശർഈയായ നോളജാണ്, അറിവ്, ദീനിനെ കുറിച്ചുള്ള അറിവ്, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും, ഹലാലേത് ഹറാമേത്, ഖുർആനിനെ കുറിച്ച് ഇൽമ്, ഈ ദീനിനെ കുറിച്ചുള്ള ഇൽമ്. വറിസ്ഖൻ ത്വയ്യിബ, നല്ല ഉപജീവനം നൽകണേ. വഅമലൻ മുതഖബ്ബല, റബ്ബേ നീ കബൂൽ ചെയ്യുന്ന അമലുകൾ എന്നിൽ നിന്നുണ്ടാക്കണേ. ഈ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ഇൽമ്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആളുകൾക്ക് ഇന്ന് ഒരു പ്രയോജനമില്ലാത്ത ഒരുപാട് ഇൽമുകളുണ്ട്, പക്ഷേ ആത്യന്തികമായി അവർക്ക് ആവശ്യമായ, നിർബന്ധമായും ആവശ്യമുള്ളതായ ഇൽമ അവർക്ക് ഇല്ലാതെ പോകുന്നു. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.